കസാഖിസ്ഥാനിൽ യാത്രാവിമാനം തകർന്നു വീണു 42 പേർ മരിച്ചു. 67 യാത്രക്കാരും 5 ജീവനക്കാരുമായി പോയ അസർബൈജാൻ എയർലൈൻസിന്റെ വിമാനമാണ് തകർന്നത്. കിരൺ ബാബു ചേരുന്നു. കിരൺ, മരണസംഖ്യയേറുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ. ഈ അപകടം എങ്ങനെ സംഭവിച്ചു, അത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ലഭ്യമാവുന്നുണ്ടോ? സജിത്ത്, ഏറ്റവും അവസാനം ലഭിച്ച സ്ഥിരീകരണം അനുസരിച്ച് 69 യാത്രക്കാരാണ് ഇതിലുണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും 42 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായ സ്ഥിരീകരണം അപ്പോഴും വന്നിട്ടില്ല. അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്റർനാഷണൽ വാർത്താ ഏജൻസികൾ ഇത് റിപ്പോർട്ട് ചെയ്തത്. അപകടമുണ്ടായെന്നും മരണം ഉണ്ടായിട്ടുണ്ടെന്നും കുറച്ചുപേരെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് മാത്രമാണ് ഔദ്യോഗികമായ സ്ഥിരീകരണമുള്ളത്. ബാക്കുവിൽ നിന്ന് റഷ്യയിലെ ചെച്ചിനയിലെ ഗ്രോസിനിയിലേക്ക് പറക്കുകയായിരുന്നു ഈ വിമാനം. അവിടെ കനത്ത മൂടൽമഞ്ഞ് കാരണം വിമാനം വഴിതിരിച്ചു വിടുകയായിരുന്നെന്ന് റഷ്യൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ എമർജൻസി ലാൻഡിങ്ങിന് ശ്രമിക്കുന്നതിനിടയിലാണ് വിമാനം തകർന്നു വീണത്. അത്യപൂർവമായ ഒരു രംഗം കൂടി, വീഡിയോ ദൃശ്യങ്ങൾ കൂടി ഇതിനോടൊപ്പം പുറത്തു വന്നിരുന്നു. ഒരു വിമാനം തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ വീഡിയോയിൽ പതിഞ്ഞിരുന്നു എന്നതുകൂടിയാണ്. വിമാനം താഴ്ന്നു പറക്കുന്നതും അത് ഒരു കെട്ടിടത്തിലേക്ക്, തുറസായ സ്ഥലത്ത് നിൽക്കുന്ന ഒരു കെട്ടിടത്തിലേക്ക് ഇടിച്ചു വീഴുന്നതും അതോടൊപ്പം തന്നെ വിമാനത്തിൽ നിന്ന് തീയും പുകയും എല്ലാം ഉയരുന്നതും കാണാം. വളരെ വേഗത്തിൽ തന്നെ ഈ അപകട വിവരം അറിഞ്ഞത് കാരണം രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ തന്നെ തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. തീ അണയ്ക്കാനുള്ള ശ്രമമാണ് ആദ്യം ഉണ്ടായത്. തീ അണയ്ക്കാൻ ശ്രമത്തിനിടയിൽ തന്നെ വിമാനത്തിന്റെ ഭാഗങ്ങൾ രണ്ടായി മാറിയതിനാൽ അതിനിടയിൽ നിന്ന് കുറേ ആളുകളെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് കുറച്ച് പേർക്ക് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ മറ്റ് കുറേ പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനിയും കൃത്യമായ കണക്കുകൾ അറിയണമെങ്കിൽ വിമാനം പൂർണ്ണമായും പരിശോധിച്ചതിൻ്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ച ശേഷം മാത്രമാണ് അതിൻ്റെ വിവരങ്ങൾ കൃത്യമായി അറിയാൻ കഴിയുക. എന്തായാലും അപകട കാരണത്തെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എമർജൻസി ലാൻഡിങ്ങിന് ശ്രമിക്കുമ്പോൾ കനത്ത മൂടൽമഞ്ഞ് കാരണം വിഷൻ നഷ്ടപ്പെട്ട് അപകടമുണ്ടായതാണ് എന്നാണ് പ്രാഥമികമായ നിഗമനം. ഏതെങ്കിലും സാങ്കേതിക തകരാറുള്ളതായി ഇതുവരെയും റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. ഇനി വിശദമായി നടക്കുന്ന പരിശോധനയിൽ മാത്രമേ എന്താണ് അപകട കാരണം എന്ന് വ്യക്തമാകൂ. ഇപ്പോൾ ഈ കാണുന്നതാണ് ദൃശ്യങ്ങൾ. അപകടത്തിന് ശേഷം ഉള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയ അപകടമാണ് ഉണ്ടായത്. അസർബൈജാൻ എയർലൈൻസിന്റെ വിമാനമാണ് തകർന്നു വീണത്. നേരത്തെ കിരൺ സൂചിപ്പിച്ചതുപോലെ ഫ്ലൈറ്റ് ലാൻഡിങ്ങിന് ശ്രമിക്കുമ്പോൾ വിഷന് പ്രശ്നമുണ്ടായി. അതാണ് അപകടത്തിന് വഴിവെച്ചത് എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ദൃശ്യങ്ങൾ കാണുന്ന സൂചനകളും അങ്ങനെ തന്നെയാണ്. കിരൺ, ഈ ദൃശ്യങ്ങൾ തന്നെ വളരെ വ്യക്തമാണ് അപകടത്തിന്റെ വ്യാപ്തി. കിരൺ നേരത്തെ സൂചിപ്പിച്ച സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ആ ഫ്ലൈറ്റ് അപകടത്തിന് തൊട്ട് മുമ്പുള്ള ആ ദൃശ്യവും ഇതുമായി ചേർത്ത് വയ്ക്കുമ്പോൾ അപകടത്തിന്റെ ഒരു വ്യാപ്തി വ്യക്തമാകുന്നു, അല്ലേ? അതെ, അതുതന്നെയാണ്. ഒരു വിമാനം സാധാരണഗതിയിൽ തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ അങ്ങനെ പതിയാറില്ല. ഇതിപ്പോൾ യാദൃശ്യമായിട്ടാവണം അങ്ങനെ, അല്ലെങ്കിൽ ആരെങ്കിലും വിമാനം താഴ്ന്നു പറക്കുന്നത് കണ്ടുകൊണ്ട് ദൃശ്യം പകർത്തിയതാവണം. എന്തായാലും അങ്ങനെ ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ അപകടത്തിലേക്ക് വിമാനം പോയത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഇങ്ങനെ എമർജൻസി ലാൻഡിങ്ങിനൊക്കെ ശ്രമിക്കുന്നത് ആളൊഴിഞ്ഞ പൂർണ്ണമായും വിജനമായ സ്ഥലത്തായിരിക്കും. അവിടെ വെച്ച് അപകടം ഉണ്ടായാലും ചിലപ്പോൾ എത്രയോ മണിക്കൂറുകളൊക്കെ കഴിഞ്ഞാവും ആളുകൾ തിരിച്ചറിയുകയും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ഒക്കെ ചെയ്യുക. വിമാനം റഡാറിന്റെ പരിധിയിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് അത് എവിടെയാണ് തകർന്നു വീഴുന്നതെന്ന് കണ്ടെത്തൽ തന്നെ വലിയ പ്രയാസമാണ്. പലപ്പോഴും അത് ദിവസങ്ങളെടുക്കുന്ന അവസ്ഥ പോലും, കാട്ടിലൊക്കെ തകർന്നു വീഴുന്ന ദിവസങ്ങളെടുക്കുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ വേഗത്തിൽ തന്നെ എന്തായാലും വിമാനം തകർന്നു വീഴുമെന്ന് അറിയാനും രക്ഷാപ്രവർത്തനം ആരംഭിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുറേയേറെ പേരുടെയെങ്കിലും ജീവൻ രക്ഷിക്കാനായത് എന്ന് കരുതുന്നു. അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമവും അവിടെ തന്നെ മറ്റ് അഗ്നി രക്ഷാ ഉപകരണങ്ങളും ഒക്കെ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമവും ആരംഭിച്ചിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തീ അണച്ചിരുന്നു. രാവിലെ 9:30 ഇന്ത്യൻ സമയം 9:30 കൂടിയാണ് അവിടെ ഇത്തരം ഒരു അപകടം ഉണ്ടായത്. അപകടത്തിന്റെ പ്രധാന കാരണമായി പ്രാഥമിക നിഗമനമായി ചൂണ്ടിക്കാണിക്കുന്നത് കനത്ത മൂടൽമഞ്ഞായിരുന്നു. മൂടൽമഞ്ഞ് കാരണം ഈ വിമാനത്തിന്റെ വിഷൻ പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് കാരണമാണ് വിമാനത്താവളത്തിൽ ഇറക്കാൻ അനുമതി നിഷേധിച്ചത്. തൽക്കാലം വഴിമാറ്റിവിടാൻ നിർദ്ദേശിച്ചത്. പക്ഷേ അപ്പോഴും വിമാനത്തിന് വിഷൻ ഉണ്ടായിരുന്നില്ല. ഇതിനിടയിൽ എപ്പോഴോ വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അടിയന്തരമായി വിജനമായ ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതിന് ലാൻഡ് ചെയ്യുന്നതിനിടയിൽ വിജനമായ സ്ഥലത്ത് എമർജൻസി ലാൻഡിംഗ് എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഒരു സൗകര്യമുള്ള റൺവേയിലല്ല ലാൻഡ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു മറ്റൊരു നിരപ്പായ ഒരു സ്ഥലം നോക്കി, ആകാശത്ത് നിന്ന് കാണുന്ന ഒരു സ്ഥലം നോക്കി, അങ്ങനെ ഒരു പൈലറ്റിന്റെ ഔചിത്യം എന്നൊക്കെ പറയാം, ആ തരത്തിലേക്കായിരിക്കും ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിനിടയിൽ നിയന്ത്രണം വിട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ
തന്നെ നിയന്ത്രണം വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അത്തരം ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. 42 പേരുടെ മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. കുറേയേറെ പേരെ 27 പേരെയോളം രക്ഷപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഈ കണക്കുകളൊക്കെ അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് വരുന്ന ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്ന കണക്കുകളാണ്. വളരെ കൃത്യമായ കണക്കുകൾ ഔദ്യോഗികമായി തന്നെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഇനി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത്തരം ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം സർക്കാരുകളുടെ ഭാഗത്ത് അസർബൈജാൻ എയർലൈൻസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ അപകടമുണ്ടായതും 42 പേർക്ക് മരണമുണ്ടായതും 27 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ള വിവരമാണ് അറിയുന്നത്. വിമാനത്തിന് ഏതെങ്കിലും സാങ്കേതിക തകരാറുള്ളത് കൊണ്ടാണോ ഇങ്ങനെ എമർജൻസി ലാൻഡിംഗ് വേണ്ടി വന്നത്, അതോ ഇനി വിഷൻ നഷ്ടപ്പെട്ട് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നോ? അത്തരം കാര്യങ്ങളെല്ലാം ഇനി വിശദമായ അന്വേഷണം നടന്ന ശേഷം മാത്രമേ നമുക്ക് പുറത്തറിയാൻ കഴിയൂ. യെസ്, കിരൺ സൂചിപ്പിച്ചതുപോലെയാണ്. എന്തായാലും കസാഖിസ്ഥാനിലെ അപകടത്തിൽ മരണം 42 അസർബൈജാൻ എയർലൈൻസിന്റെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്.